ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സോ ഇവിടെ 12:20 ഞാനിവിടെ പുറത്തുനിന്ന് പടക്കൊക്കെ പൊട്ടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയതാണ്, ലാസ്റ്റ് ഇയർ എനിക്ക് കുറച്ച് ഫാസ്റ്റായി പോയ പോലെ തോന്നി. എത്ര പെട്ടെന്നല്ല ഒരു വർഷം കടന്നു പോയേ. എനിക്ക് ലാസ്റ്റ് ഇയർ ഡെലിവറിയും കുട്ടിയും അങ്ങനത്തെ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വൺ ഇയർ പെട്ടെന്ന് കടന്നു പോയ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഈ ഒരു ടൈമിൽ December 31 ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ത്വാ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അടുത്ത്. അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തിട്ട്, അതുപോലെ തന്നെ അവിടെ അമ്പലമുണ്ട്. ഇവിടെ അടുത്തൊന്നും അമ്പലമില്ല. അപ്പോൾ അടുത്തുള്ള അമ്പലം ത്വാ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് 1.5 hours 1 hour 45 minutes ഡ്രൈവ് ഉണ്ടായിരിക്കും ഇവിടുന്ന്. അങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു നോക്കി, ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അതായത് ഞങ്ങളൊരു മൗണ്ടൻ റീജിയനിൽ ഗ്രനോബിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി, എന്നാൽ ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് പോയ ആ ഒരു ടൈമിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. മൗണ്ടനിലല്ലേ, അപ്പോൾ നല്ല സ്നോ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ടൈമിൽ, അത് ഈ ഒരു ക്ലൈമറ്റിൽ അവർ മൗണ്ടനിലുള്ള ഒരു റീജിയനിലുള്ള ആൾക്കാർ കഴിക്കുന്നൊരു ഫുഡുണ്ട്, റെക്ലത്ത് എന്ന് പറയും. സോ റെക്ലത്ത് എൻ്റെ ഫസ്റ്റ് റെക്ലത്തായിരുന്നു. അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, അപ്പോൾ എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ന്യൂ ഇയറിന് ഡിന്നറായിട്ട് റെക്ലത്ത് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അപ്പോൾ റെക്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചീസ്, അതായത് ഇത്രയും തണുപ്പിനെ അവർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചീസാണ് കൂടുതൽ കഴിക്കുക, ഫാറ്റ് ബോഡിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ മീറ്റോ പിന്നെ പച്ചക്കറികളും വെജിറ്റബിൾസ് എല്ലാം കഴിക്കും. അപ്പം ഞങ്ങൾ മീറ്റ് നോർമലി ചിക്കനാണ് കൂടുതൽ കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോത്രീൻ എന്ന് പറയും, അതായത് പോർക്കിൻ്റെ ചെസ്റ്റ്, അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കിഷ്ടമായി, അതും വാങ്ങിച്ചു. പിന്നെ ചിക്കന് ജസ്റ്റ് ഇത് ഗ്രില്ല് ചെയ്തു. അതുപോലെ കുറച്ച് പച്ചക്കറികൾ, അതായത് ബ്രോക്കലി, ബീൻസ്, പിന്നെ പൊട്ടേറ്റോ ആണ് ഇതിൽ മെയിൻ വരുന്നത് വിത്ത് സ്കിന്ന്. അതും നമ്മൾ അവനിൽ ഗ്രില്ല് ചെയ്തിട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ചീസിൻ്റെ കൂടെ നമ്മൾ ചീസ് മെൽറ്റ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ റെക്ലത്തിൻ്റെ മെഷീന് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ റെക്ലത്തിൻ്റെ മെഷീൻ ഞാൻ വാങ്ങിച്ചു. ഒരു 6 ആൾക്കാർക്കുള്ള ചീസ് മെൽറ്റ് ചെയ്യുന്ന റെക്ലത്തിൻ്റെ മെഷീന് വാങ്ങിച്ചു. അതുപോലെ സുഹൃത്ത് അവിടെ വൈൻ്റെ ബോട്ടിൽ പൊട്ടിക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ സുഹൃത്തിന് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഓഫീസിൽ നിന്ന് 3, അതായത് ഒരു വൈറ്റ് വൈനും ഒരു റെഡ് വൈനും പിന്നെ നമ്മൾ ഷാമ്പെയിനും കിട്ടും. അപ്പോൾ ഷാമ്പെയിൻ ഞങ്ങളവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി, റെഡ് ഞങ്ങളവിടെ വെച്ചു, വൈറ്റും വെച്ചു. അപ്പോൾ റെഡ് പിന്നെ നുവാഹ് പറയും, അത് ഭയങ്കര ഫേമസ് ആണ്. എന്നിട്ട് അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഫ്രീ കിട്ടുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് തന്നെ സുഹൃത്തിന് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അതും പിന്നെ റെക്ലത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണേ. അങ്ങനെ ചീസ് നമ്മൾ അതിൻ്റെ ഒരു ചീസിൻ്റെ പാൻ ഉണ്ടായിരിക്കും വെക്കാൻ വേണ്ടിയിട്ട്, അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ചീസ് ഓട്ടോമാറ്റിക്കലി മെൽറ്റാവും. അങ്ങനെ മെൽറ്റായിട്ടുള്ള ചീസ് ഓവർ മെൽറ്റാകാൻ പാടില്ല. അങ്ങനെ ചീസ് കറക്റ്റ് മെൽറ്റാകുമ്പോൾ അത് ഇതിൻ്റെ പച്ചക്കറിയുടെയോ മീറ്റിൻ്റെയോ മുകളിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ് ഇത് സംഭവം വരുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു വൈനും പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ, അതായത് റൈസില്ല പക്ഷേ ബാക്കിയുള്ള ലെഗ്യൂംസ്, അതായത് പച്ചക്കറികൾ, മീറ്റ്, പിന്നെ നല്ല ചീസ്, മെൽറ്റ് ചെയ്ത അടിപൊളി ചീസ്, ഞങ്ങളെല്ലാം കൂടിയും നല്ലൊരു ഡിന്നറായിരുന്നു. സിമ്പിൾ ആൻഡ് ഹാപ്പി ഡിന്നർ. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയൊരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.